അലൈക്കും വറഹ്മത്തുള്ള. CBSE അറബിക് ക്ലാസ് 10-ലെ ഒരു ഗ്രാമർ പോർഷൻ ആയിട്ടുള്ള അൽ മൻസുബാത്ത് എന്ന ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അക്യൂസേറ്റീവ് കേസസ്, അൽ മൻസുബാത്ത് എന്ന് പറഞ്ഞാൽ അക്യൂസേറ്റീവ് കേസസ് എന്നാണ്. അതുമായി ബന്ധപ്പെട്ട ഗ്രാമർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിലെ മാർക്കിംഗ് സ്കീം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് അതിൽ കാര്യമായിട്ട് മാർക്കിംഗ് സ്കീം വരുന്നത്, ഒന്ന് അതിൻ്റെ ഡെഫിനിഷൻ എഴുതുന്നതിലൂടെയാണ്. അവിടെ നമുക്ക് ഒരു മാർക്ക് കിട്ടുന്നു. രണ്ടാമത് മാർക്ക് കിട്ടുന്നത് ടൈപ്സ് ഓഫ് മൻസുബാത്ത് നമ്മൾ അവിടെ വ്യക്തമാക്കി എഴുതുന്നു. ഏതൊക്കെയാണ് മൻസുബാത്ത് എന്നുള്ളത് രേഖപ്പെടുത്തുന്നു. അതിൻ്റെ പിന്നെയുള്ള ബാക്കിയുള്ള 3 മാർക്ക് നമുക്ക് കിട്ടുക ആ ഒരു പറയപ്പെട്ട മൻസുബാത്തിന്റെ ടൈപ്സിൽ നിന്നും. ഇനി 3 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം വിത്ത് സിമ്പിൾ ഡെഫിനിഷൻ ആൻഡ് എക്സാമ്പിൾ. ദെൻ വി ക്യാൻ ഗെറ്റ് 5 മാർക്സ്. അപ്പൊ ഇതൊക്കെയാണ് മൻസുബാത്തുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനി ഏതൊക്കെയാണ് മൻസുബാത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൻസുബാത്തിന്റെ ഡെഫിനിഷനൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അതിലേക്കൊന്ന് പോവാം. അപ്പം അറബിയിലുള്ള ഡെഫിനിഷൻ ഉണ്ട്, നിർബന്ധമൊന്നുമില്ല, അറബിയിൽ തന്നെ എഴുതണമെന്നില്ല, ഇംഗ്ലീഷിൽ എഴുതിയാലും ഓക്കെയാണ്. യൽ അസ്മാഉല്ലതി തക്വീനു മൻസൂബത്തൻ ഫിൽ ജുംല ഗാലിബൻ തൻതഹി ബിൽ ഫത്ഹ. അപ്പൊ എന്താണ് സിമ്പിൾ ആയിട്ട് മൻസൂബാത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അപ്പം നൗൺസ് ദാറ്റ് അപ്പിയർ ഇൻ ദ അക്യൂസേറ്റീവ് കേസസ് ആൻഡ് യൂഷ്വലി എൻഡ് വിത്ത് ഫത്ഹ ഓർ വാട്ട് റീപ്ലേസ് ഇറ്റ്. ഒരു സെന്റൻസിൽ അവസാനം ഫത്ഹ് അല്ലെങ്കിൽ നെസ്ബ് എന്ന ആയിട്ട് അവസാനിക്കുന്ന വേർഡുകളാണ് ആക്ച്വലി മൻസുബാത്ത്. നമ്മൾ പറയാം അവസാനം ഫത്ഹിൽ അവസാനിക്കുന്ന, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവസാനം ഫത്ഹിൽ അവസാനിക്കുന്ന വേർഡുകളാണ് മൻസുബാത്ത് എന്ന് പരിഗണിക്കാം. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് മൻസുബാത്ത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് മഫ്ഊലാണ്. മഫ്ഊൽ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റ് ഓഫ് എ വേർബൽ സെന്റൻസ്. ദെൻ ഇസ്മുൻ ഉണ്ട്, സബ്ജക്ട് ഓഫ് ഇന്ന സിസ്റ്റേഴ്സ് ആണ്. ഇതൊക്കെ നമുക്ക് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഖബറുഖാൻ ഉണ്ട്, ദ പ്രെഡിക്കേറ്റ് ഓഫ് ഖാന ആൻഡ് ഇറ്റ്സ് സിസ്റ്റേഴ്സ്. പിന്നെ അൽ ഹാൽ ഉണ്ട്, ആഡ്വർബ് ആയിട്ടുള്ള വേർഡാണ്. തമ്മീസ്, ദ സ്പെസിഫിക്കേഷൻ. ആക്ച്വലി തമ്മീസ് എന്ന വേർഡ് അതുമായി ബന്ധപ്പെട്ടത് നമുക്ക് റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്നും ഇല്ല. എനിവേ എന്തായാലും അതും ടൈപ്സ് ഓഫ് മൻസുബാത്തിന്റെ ഗണത്തിൽ പെടുത്താൻ പറ്റും. ഇനി നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ അൽ മഫ്ഊൽ ബിഹി. മഫ്ഊൽ ബിഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സബ്ജക്ട് ഓഫ് ദ ഒബ്ജക്ട് is the object is known upon which the action happens. അപ്പം സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ദ ഒബ്ജക്റ്റ് ഓഫ് എ വേർബൽ സെന്റൻസ്. വേർബൽ സെന്റൻസിലുള്ള ഒബ്ജക്റ്റ് ആണ് ആക്ച്വലി മഫ്ഊൽ ബിഹി എന്നുള്ളത്. അതായത് ഖറഅ ത്വാലിബു അൽ കിതാബ എന്ന സിമ്പിൾ സെന്റൻസ്. അതിൽ ദ ബോയ് റോഡ് ദ ലെസൺ എന്ന് പറയുമ്പോൾ അതിലെ മഫ്ഊൽ ആയിട്ടുള്ള വേർഡ് മൂന്നാമതായിട്ട് വന്നിട്ടുള്ള കിതാബ എന്നുള്ളത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് വരുന്നത് അൽ ഹാൽ എന്ന വേർഡാണ്. ഹാൽ എന്ന അതാണ് അടുത്തൊരു മൻസുബാത്തിന്റെ ഗണത്തിൽപ്പെടുന്നത്. എ വേർഡ് ഓർ ഫ്രേസ് ദാറ്റ് ഷോസ് ദ കണ്ടീഷൻ ഓഫ് ദ സബ്ജക്ട് വെൻ ദ ആക്ഷൻ ഒക്യൂഴ്സ്. അപ്പൊ ജാ അൽ വലദു മസ്റൂറൻ എന്നുള്ളതാണ് എൻ്റെ സിമ്പിൾ എക്സാമ്പിൾ. ആഡ്വർബ് എന്നുള്ളതാണ് ആക്ച്വലി അൽ ഹാലിന്റെ മീനിങ്. ദ ബോയ് കെയിം ഹാപ്പിലി. ജാ അൽ വലദു, ദ ബോയ് കെയിം. ഹൗ, ആ കുട്ടി വന്നത് എങ്ങനെയാണ്. അപ്പൊ ആ ആള്, സബ്ജക്റ്റ് ആയിട്ടുള്ള ആള് ആ വർക്ക് പിന്നെ അതിൽ പറയുന്ന ആക്ഷൻ അതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ കണ്ടീഷൻ വ്യക്തമാക്കുന്നതാണ് ആക്ച്വലി ഹാൽ എന്ന് പറയുന്നത്. അതിന് എപ്പോഴും ഫത്ഹായിട്ട് നസ്ബായിട്ടാണ് വരിക എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഇസ്മുന്നെയാണ്. നമ്മൾ പിന്നെ മർഫൂഅത്തില് ഇസ്മു, പിന്നെ ഇസ്മുഖാനയും ഖബറിനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ന പോലെ ഇസ്മു ഇന്നയുടെ ഇസ്മു എപ്പോഴും പിന്നെ ഫത്ഹായിട്ട് വരേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. ഇന്നൽ ബൈത്ത് കബീർ, ഇൻഡീഡ് ദ ഹൗസ് ഈസ് ബിഗ്. ഇതിൽ അൽ ബൈത്ത് എന്നുള്ളതാണ് ഇസ്മുന്ന. ഓക്കെ, നെക്സ്റ്റ് വൺ ഖബറു ഖാന എന്നുള്ളതാണ്. ഇറ്റ് ഇസ് ദ പ്രെഡിക്കേറ്റ് ഓഫ് ഖാന. ഖാനയുടെ ശേഷം വരുന്ന രണ്ടാമത്തെ വേർഡാണ് ആക്ച്വലി ഖബറു ഖാന. ഫസ്റ്റ് വേർഡ് ഇസ്മു ഖാന, സെക്കൻഡ് വേർഡാണ് ഖബറു ഖാന. ഖാനൽ ബൈത്ത് കബീറൻ എന്ന സിമ്പിൾ എക്സാമ്പിൾ. ദ ഹൗസ് വാസ് ബിഗ് എന്ന് പറയുന്ന എക്സാമ്പിളിൽ സെക്കൻഡ് വേർഡ് കബീറയാണ് ശരിക്കും ഖബറുഖാന എന്നുള്ളത്. അപ്പം അതൊക്കെ പറഞ്ഞ ശേഷം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഇത് ശരിക്കും ആക്ച്വലി നിങ്ങളുടെ ആ ഒരു 5 മാർക്കിന്റെ എക്സ്പ്ലനേഷൻ സമയത്ത് ആഡ് ചെയ്യേണ്ടതില്ല എങ്കിൽ തന്നെയും അറിഞ്ഞിരിക്കുക. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഏത് ടൈപ്പ് ഓഫ് മഫ്ഊൽ ആണ് എന്ന് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുന്ന അൽ മഫ്ഊലു ബിഹി, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന വേർബൽ സെന്റൻസിൽ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന മഫ്ഊലാണ് അൽ മഫ്ഊലു ബിഹി. ഖറഅ അൽ വലദു അൽ കിതാബ എന്നതിൽ കിതാബ എന്നുള്ളത് ആയതുപോലെ. ഇനി അടുത്തതാണ് അൽ മഫ്ഊലു ഫീഹി. മഫ്ഊലു ഫീഹി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ടൈമോ പ്ലേസോ ആയിട്ട് ഉള്ള വേർഡായിരിക്കും അവിടെ ആക്ച്വലി മഫ്ഊലിന്റെ സ്ഥാനത്ത് വരിക. ഓക്കെ, ജാ അൽ വലദു സ്വബാഹൻ, ജാ അൽ വലദു, ദ ബോയ് കെയിം വെൻ, എപ്പ വന്നു, സ്വബാഹൻ. ശരിക്കും ഫിസ് സബാഹി എന്നൊരു മീനിങ്ങിലാണ് ഉണ്ടാവുക, അതാണ് ഫീഹി എന്ന് കൊടുത്തിട്ടുള്ളത്. ഫിസ് സബാഹി, ഇൻ ദ മോർണിംഗ് എന്നൊരു ഇൻ എന്നതിന്റെ മീനിങ് ആണ് വരുന്നുണ്ട് അവിടെ ഫീ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മീനിങ്ങിൽ വരുന്നതുകൊണ്ട് ഫീഹി കൊടുക്കുന്നു. പിന്നെ അതെപ്പോഴും ആ ഒരു മീനിങ്ങിലാണ് എങ്കിൽ മഫൂലായിട്ട് ഗണിച്ച് മഫൂലിന്റെ ഫതഹായിട്ടുള്ള ഫതഹ കട കൊടുക്കും. ഓക്കെ, പിന്നെ ഉള്ളത് അൽ മഫ്ഊൽ മുത്തലഖാണ്, അത് വേർബൽ നൗൺ എന്ന് പറയും. ഇപ്പൊ ലൊറബൽ വലതു ലൊറബൻ ശദീദൻ എന്ന് പറയുന്ന ഒരു വേർഡ് കൂട്ടിക്കോളൂ. ദ ബോയ് ഹിറ്റ് ഹിറ്റിംഗ് സ്ട്രോങ്ലി. അപ്പൊ ഇതാണ് ഞാനൊരു അടിയം കൊടുത്തറിയല്ലേ, ഞാനൊരു തീറ്റ കൊടുത്തുന്നൊക്കെ പറയല്ലേ എന്ന മാതിരിയുള്ള ഒരു സംഗതിക്കാണ് ശരിക്കും മഫ്ഊൽ മുത്തലഖ് എന്ന് പറയാ. അവിടെ ഫസ്റ്റ് ഉപയോഗിച്ച വേർബ് തന്നെ ഈ പിന്നെ ഫായിലിന് ശേഷം വരും. അത് ഞാൻ വല്ലാത്ത ഭയങ്കരമായിട്ടുള്ളൊരു സാധനം ചെയ്തു എന്ന് പറയും. ആ ഒരു അടി ഭയങ്കരമായിട്ടുള്ള അടി അടിച്ചു, അല്ലെങ്കിൽ തീറ്റ വല്ലാത്തൊരു തീറ്റ തിന്നു. അപ്പൊ ആ ഒരു കാര്യം എംഫസൈസ് ചെയ്യുക എന്ന സാധനത്തിലാണ്, ആ മീനിങ്ങിലാണ് സാധനം വരിക. അതുകൊണ്ടാണ് ആ മഫ്ഊൽ മുത്തലഖ് പറഞ്ഞ വേർഡിനെ വീണ്ടും പറയാം. മുത്തലഖ് ആ ഒരു പറഞ്ഞ സാധനം തന്നെ വീണ്ടും വരാം വേർഡ്, ഫസ്റ്റ് പറഞ്ഞ വേർബ് വീണ്ടും പറയാം. പിന്നെ അടുത്ത മഫ്ഊലാണ് അൽ മഫ്ഊൽ ലിഅജ്ലിഹി, ഇത് റീസനെ സൂചിപ്പിക്കുന്ന മഫ്ഊൽ. ഇതിന് വഖഫത്തുല്ലാബു ഇഖ്തിറാമൻ ലിൽ മുഅല്ലിമീൻ, വഖഫത്തുല്ലാബു കുട്ടികളൊക്കെ എഴുന്നേറ്റ് നിന്നു, സ്റ്റുഡ്, എന്തിനു വേണ്ടിയിട്ട്, എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണ് കുട്ടികളൊക്കെ എഴുന്നേറ്റുന്നത്? ഇഹ്തിറാമൻ, റെസ്പെക്റ്റിംഗ്, റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആരെ? ലിൽ മുഅല്ലിമീൻ, ടീച്ചേഴ്സിനെ. അപ്പം ഒരു കാരണം അറിയിക്കാൻ വേണ്ടിയിട്ട് തരുന്ന മഫ്ഊലാണ് മഫ്ഊൽ അജ്ലിഹി എന്നുള്ളത്. ഇനി വേറൊരു മഫ്ഊൽ കൂടെ ഉണ്ട്, മഫ്ഊൽ മഹൂ എന്ന് പറയും. അത് പിന്നെ എന്താണ്, മഅയ്യത്തിന്റെ വാവ് എന്ന് പറയും. ആ വാവിന് ഫയലിന് ശേഷം ആ വാവ് ചേർത്തി പറയുക എന്നുള്ളതാണ്. എനിവേ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി മഫ്ഊൽ എന്ന് പിന്നെ മൻസൂബാത്ത് എന്ന് പറയുമ്പോൾ അറിയേണ്ടത്, എഴുതേണ്ടത്. ഈ പറഞ്ഞ ടൈപ്സ് ഓഫ് മഫ്ഊൽ എന്നുള്ളത് മൻസൂബാത്തിന്റെ ഭാഗത്ത് എഴുതേണ്ടതില്ല, എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ എഴുതേണ്ടതില്ല എങ്കിൽ തന്നെയും ഈ ഒരു സാധനങ്ങൾ നമ്മൾ അറിയുകയും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് വരികയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് മൻസൂബാത്ത്. താങ്ക് യു.